കാസർഗോഡ് ആരിക്കാടി കോട്ടയിൽ നിധിക്കായി കുഴിയെടുത്ത സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത പുതിയ കേസിൽ പ്രതികളെ ഇന്ന് അറസ്റ്റ് ചെയ്യും. പുരാവസ്തു വകുപ്പിന്റെ 140 പരാതിയിലാണ് കുമ്പള പോലീസ് പുതിയ കേസെടുത്തത്. അതിനിടെ ഇന്നലെ കോട്ടയിലുണ്ടായ തീപിടുത്തം മനുഷ്യനിർമ്മിതമാണോ എന്ന സംശയം പോലീസിനുണ്ട്. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ, പാലക്കുന്ന് സ്വദേശി CA അജാസ്, മൊഗ്രാൽ പുത്തൂർ സ്വദേശി KA അഫർ, ഉളിയാർ സ്വദേശി മുഹമ്മദ് ഫിറോസ്, നീലേശ്വരം സ്വദേശി സഹദുദ്ദീൻ എന്നിവരെ തിങ്കളാഴ്ച വൈകിട്ടാണ് കുമ്പള ആരിക്കാടിക്കോട്ടയിൽ അനധികൃതമായി കുഴിയെടുക്കുന്നതിനിടെ പിടികൂടിയത്. തൊട്ടുപിന്നാലെ പുരാവസ്തുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അതിക്രമിച്ച് കയറിയതിന് കുമ്പള പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കോട്ടയുടെ ഗൈഡായ ചെമ്പേരി സ്വദേശി നിശാന്ത് കുമാർ മറ്റൊരു പരാതി നൽകിയത്. ഇതിൽ പുരാവസ്തു സ്മാരക സംരക്ഷണ നിയമപ്രകാരമാണ് കേസെടുത്തത്. ജാമ്യത്തിലിറങ്ങിയ പ്രതികളെ ഇന്ന് വീണ്ടും വിളിച്ചുവരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തും. പുതിയ കേസിലും 5 പ്രതികൾക്കും സ്റ്റേഷൻ ജാമ്യം ലഭിച്ചേക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതിയായ സാഹചര്യത്തിൽ കേസ് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനാണ് BJPയുടെയും CPIMന്റെയും തീരുമാനം. അതിനിടെ ഇന്നലെ വൈകിട്ട് കോട്ടയിലുണ്ടായ തീപിടുത്തത്തിൽ അസ്വാഭാവികതയുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ആരെങ്കിലും ബോധപൂർവം ചെയ്തതാകാമെന്ന സംശയമാണ് പോലീസിനുള്ളത്. ഫയർഫോഴ്സ് ഇതേ സംശയം പോലീസുമായി പങ്കുവച്ചിരുന്നു. ന്യൂസ് മലയാളം, കാസർഗോഡ്.